നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത്. എല്ലായിടത്തും കേൾക്കുന്നുണ്ട് ചൊവ്വാദോഷം. എന്താണ് ചൊവ്വാദോഷം? ചൊവ്വ എന്ന ഗ്രഹം ദോഷമാകുന്നുണ്ടോ? ചൊവ്വയ്ക്ക് മാത്രമാണോ ദോഷമുള്ളത്? അത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും കുജനും അത്യാവശ്യം പറയപ്പെടുന്ന കാരകത്വം അനുസരിച്ചുള്ള ഫലങ്ങൾ കൊടുക്കുന്നവർ തന്നെയാണ്. സൂര്യൻ എന്ന് വെച്ചാൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യർ. സൂര്യന്റെ ബലം, സൂര്യന്റെ രാശി, സൂര്യന്റെ ലഗ്നം, രാശി എന്ന് പറയുന്നത് ചിങ്ങലഗ്നം. അങ്ങനെയൊക്കെയുള്ള ചിങ്ങലഗ്നക്കാർ പെട്ടെന്ന് താന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. കുറച്ച് ഈഗോ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും എന്നുള്ളത് ലഗ്നം കൊണ്ട് പറയുക. പക്ഷെ ലഗ്നത്തിലൊരു സൂര്യനോ ലഗ്നത്തിലോ ഏഴിലൊരു സൂര്യനോ നിൽക്കുകയാണെങ്കിൽ പാർട്ട്ണറുമായിട്ട് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. പാർട്ട്ണറുടെ അടുത്ത്, മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കണം എന്നില്ല, പക്ഷെ പാർട്ട്ണറുമായിട്ട് ചില കോംപ്ലക്സ് ഉള്ളവരായിരിക്കും. അപ്പം നമ്മൾ ഈ ചൊവ്വയുടെ പിന്നാലെ പോകുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ബലവാനായിട്ട് പോകേണ്ട കാര്യങ്ങളാണ് സൂര്യൻ. ചൊവ്വാദോഷം എന്നൊരു ദോഷം നമ്മൾ ചിന്തിക്കരുത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഏഴിലൊരു ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ ആ ചൊവ്വ ദോഷമാകണമെങ്കിൽ, ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ദോഷമാകണമെങ്കിൽ പാർട്ട്ണറുടെ ജാതകത്തിലും അതേപോലെ ദോഷമുള്ളൊരു ജാതകമാകരുത്. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏഴില് ചൊവ്വയുള്ള ഒരു പുരുഷന് ഏഴില് ചൊവ്വയുള്ള ഒരു സ്ത്രീയെ ചേർക്കുക, അല്ലെങ്കിൽ ചൊവ്വയുള്ള ഒരു സ്ത്രീക്ക് ഏഴിൽ ചൊവ്വയുള്ള ഒരു പുരുഷനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഈ എന്താണ് മൈനസ് പ്ലസ് ആകും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു കാണുന്നത്. അങ്ങനെയൊന്നും അല്ല. ഏഴിൽ ചൊവ്വയുള്ള ഒരു കുംഭലഗ്നക്കാരിയായ ഒരു സ്ത്രീയാണ് എന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതേപോലെ ധനു ലഗ്നക്കാരനായ ഒരു പുരുഷന് ഏഴില് ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടുപേർക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നവരായിരിക്കും. കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മറ്റു കാര്യങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ തന്നെയാണ്. അതേസമയം കുറച്ച് ലഗ്നത്തിന് വ്യത്യാസം വന്നേക്കാം. ഇപ്പൊ കർക്കിടക ലഗ്നമാണ് ഏഴില് ചൊവ്വ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഫ്ലെക്സിബിൾ ആകാം ആ കർക്കിടക ലഗ്നക്കാരനായ പുരുഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉച്ചനായ ചൊവ്വ ആയതുകൊണ്ട് ആ ചൊവ്വയ്ക്ക് പാപത്വം കുറയും അല്ലെ ദോഷം കുറയും എന്ന് പറയാൻ പറ്റത്തില്ല കർക്കിടക ലഗ്നത്തിന്റെ ഏഴില് ചൊവ്വ നിന്നാൽ. പക്ഷെ ഈ ചൊവ്വയുടെ ദോഷം വരണമെങ്കിൽ, ഒരാൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ, അവർക്ക് രണ്ടുപേർക്കും ഇതേപോലുള്ള പാപന്മാരുടെ ദശാകാലങ്ങൾ, ചൊവ്വയുടെ ദശാകാലങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ ചൊവ്വയുടെ ദോഷം അനുഭവത്തിൽ വരാം. ഈ ചൊവ്വയുടെ ദോഷം എന്താണ്? ചൊവ്വയുടെ ദോഷം ഭർത്താവിനെ കൊല്ലുക എന്നുള്ളതാണ് എല്ലായിടത്തും പറഞ്ഞു കേട്ട് വരുന്നത്. ഭർത്താവിനെ കൊല്ലുക എന്നുള്ളതല്ല. ഇപ്പൊ ഏത് ഭാവത്തിലാണോ ആ ചൊവ്വ നിൽക്കുന്നത് ആ ഭാവത്തിന്റെ പറയുന്ന അവയവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, യൂട്രസ് സംബന്ധമായിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ വരാം, ഒരു ഓപ്പറേഷൻ വരാം, അല്ലെ അസിഡിറ്റി ഉണ്ടാകാം, അല്ലെങ്കിൽ ലഗ്നത്തിലാണെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ഒരു ഭർത്താവിനെ കൊല്ലും എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചൊവ്വയ്ക്ക് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ ചൊവ്വ എട്ടിൽ നിന്നാൽ സ്ത്രീ ജാതകത്തിൽ എട്ടിൽ നിന്നാൽ ഭർത്താവിന്റെ ആയുസ്സിനെ പറയണം എന്ന് പറയുന്നതിനകത്ത് ഒരടിസ്ഥാനമില്ല. അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ ജാതകത്തിൽ ആയുർഭാവത്തിന് ബലമില്ലേ, ആവശ്യമില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഗ്രഹനില മാത്രം വെച്ച് ഹസ്ബൻഡിനെയും മക്കളെ എല്ലാം അങ്ങ് പറയാമെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. പാർട്ട്ണറുടെ ഭാവം ചിന്തിക്കുന്നത് ഏഴ് കൊണ്ടാണ്. അഷ്ടമം എന്ന് പറയുന്നത് സ്ത്രീ ജാതകത്തിലെ അഷ്ടമം ആ സ്ത്രീയുടെ ജാതകത്തിലെ അഷ്ടമം തന്നെയാണ്. ആ സ്ത്രീ ജാതകത്തിൽ എട്ടിലൊരു ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ആ ചൊവ്വ ഏത് ഭാവാധിപനാണ് എന്ന് നോക്കണം. അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ചുമ്മാ ഏതെങ്കിലും ഒരു ഭാവാധിപൻ എട്ടിൽ നിന്നാൽ അത് ദോഷം എന്ന് പറയാൻ പറ്റത്തില്ല. ആ എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ആ സ്ത്രീയുടെ ഏത് ഭാവാധിപൻ എന്ന് നോക്കണം. അത് കൂടാതെ എട്ടിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലം ആ സ്ത്രീ ജാതകത്തിന് അനുഭവത്തിൽ വരുന്നെങ്കിൽ ആ കുട്ടിക്ക് മറഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ അനുഭവങ്ങൾ, അതായത് ഭാവത്തിൽ ഏതെങ്കിലും ഓപ്പറേഷൻ, ഹിഡൻ ആയിട്ട് കിടക്കുന്ന അവയവത്തിൽ ഏതെങ്കിലും, അതായത് ഇപ്പൊ കന്നിയാണെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ അടിവയറ് സംബന്ധമായിട്ട് ഏതെങ്കിലും ഓപ്പറേഷൻ, അല്ലെ യൂട്രസ് സംബന്ധമായ ഓപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അല്ലാതെ
ഭർത്താവിന്റെ ആയുസ് എന്നുള്ളത് നമുക്ക് തിരുത്തി തന്നെ പരിശോധിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പീരിയൻസ് ഒരു 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 പരിശോധന, അതായത് നമ്മളുടെ സ്റ്റുഡൻസിന് തന്നെ നമ്മൾ പരിശോധിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് അനുഭവ ജാതകങ്ങൾ ഇട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഈ 8-ൽ ചൊവ്വ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഭർത്താവിന്റെ മരണം സംഭവിക്കുമോ എന്ന് നോക്കുന്നത്. കാരണം ഭർത്താവിന്റെ ആയുർഭാവം മോശമാണെങ്കിൽ മാത്രമേ ഭർത്താവ് മരിക്കൂ. ഇപ്പൊ പല നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ട് ഇറപ്പ് ദോഷം എന്ന് വെച്ചാൽ കാൽ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കാൽ ദോഷം, അതായത് 1-ാം കാലിൽ ജനിച്ചാൽ അച്ഛനോ അമ്മാവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2-ാം കാലിൽ ജനിച്ചാൽ മുത്തശ്ശി, 3-ാം കാലിൽ ജനിച്ചാൽ സ്വന്തമായിട്ട് തന്നെ ദോഷം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത്. 4-ാം കാലിൽ ജനിച്ചാൽ അമ്മാവനെന്നോ അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. എന്തായാലും അതിപ്പോ ഒതുങ്ങിയിരിക്കുക. കാരണം ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്തായാലും ആ ചിന്തകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോ പറയാൻ പറ്റുന്നത്. അതേപോലെ മറ്റൊന്നാണ് ഈ അഷ്ടമത്തിലെ ചൊവ്വയും 7-ലെ ചൊവ്വയും. അതിനെക്കാട്ടിയും ഏറ്റവും പ്രധാനം 7-ൽ ചൊവ്വ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകമാണെങ്കിൽ 7-ല് സൂര്യനോ ശനിയോ ചൊവ്വയോ നിൽക്കുന്ന ഒരു പാർട്ട്ണറുടെ ജാതകം ചേർക്കാതിരിക്കുക. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റെമഡി എന്നുള്ളത് മനസ്സിലാക്കണം. ചൊവ്വ ദോഷം എന്നൊരു ദോഷത്തോടു കൂടി ഒരു ഗ്രഹനിലയും ജനിക്കുന്നില്ല, ഒരു വ്യക്തിയും ജനിക്കുന്നില്ല. ദോഷമാകുന്നത് എങ്ങനെ? ഇപ്പൊ ഒരാളിന്റെ സന്താന ദോഷം എന്ന് പറയണമെങ്കിൽ സന്താനത്തിന്റെ ദോഷം ഒരു ഹസ്ബൻഡും വൈഫും ഒന്നിച്ചാൽ മാത്രമേ ഇവിടെ സന്താനത്തിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിക്കുമ്പോഴേ സന്താനത്തിന് ദോഷം ഉണ്ട് എന്നുള്ളത് രണ്ടുപേരുടെയും ഗ്രഹനില പരിശോധിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ചൊവ്വ ദോഷമാകണമെങ്കിൽ എന്റെ മോൾക്ക് ചൊവ്വാദോഷമുണ്ട് എന്ന് പറയരുത് ആരും. എന്ന് വെച്ചാൽ ആ ചൊവ്വാദോഷത്തോടു കൂടി ജനിക്കുകയല്ല, ചൊവ്വാദോഷമാകണമെങ്കിൽ പാർട്ട്ണറുടെ ജാതകത്തിന്റെ ദോഷത്തിന്റെ കൂടെ ചേരുമ്പോഴാണ് ആ ചൊവ്വാദോഷമായി മാറുന്നത്. അതുകൊണ്ട് പാർട്ട്ണറുടെ ജാതകത്തിലെ ദോഷമില്ലാത്ത ഒരു ഗ്രഹനില ചേർക്കുക. കുറച്ച് 7-ാം ഭാവത്തിന് പുഷ്ടിയുള്ളത് ചേർക്കുക. കലകപ്രിയ ആയ ഒരു സ്ത്രീ ആയിരിക്കാം 7-ൽ ചൊവ്വ നിൽക്കുന്ന ഒരു പെൺകുട്ടി എങ്കിൽ കലകപ്രിയനല്ലാത്ത ഒരു പാർട്ട്ണർ ആയിരിക്കണം 7-ൽ നിൽക്കുന്ന ഗ്രഹം എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സൂര്യനും 7-ല് സൂര്യൻ നിന്നാലും ഈ ചൊവ്വയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കും. ഈ ചൊവ്വ ദോഷമായിട്ട് വരും. അതായത് സ്ത്രീ ജാതകത്തിൽ ചൊവ്വ 7-ൽ നിൽക്കുന്നെങ്കിൽ പാർട്ട്ണറുടെ ജാതകത്തിൽ സൂര്യൻ 7-ൽ നിൽക്കുന്ന ഒരു പുരുഷനെ ചേർത്താലും ഈ സ്ത്രീ ജാതകത്തിലെ ചൊവ്വ ദോഷമായി മാറും. അതുകൊണ്ട് സൂര്യൻ 7-ൽ നിൽക്കുന്നതോ ശനി 7-ൽ നിൽക്കുന്നതോ ചൊവ്വ 7-ൽ നിൽക്കുന്നതോ പാർട്ട്ണറെ ചേർക്കരുത് എന്നുള്ളതാണ് പ്രാക്ടിക്കൽ സെൻസോടുകൂടി ചിന്തിക്കേണ്ടവർക്ക് പറയാനുള്ളൊരു ഉപദേശം. അതുകൊണ്ട് ചൊവ്വാദോഷം എന്നൊരു ദോഷമില്ല. ഒരു കാരണവശാലും ചൊവ്വാദോഷത്തോടു കൂടി ഒരു വ്യക്തിയും ജനിക്കുന്നില്ല. ആ ചൊവ്വ ദോഷമാകുന്നത് ആ പാർട്ട്ണറുടെ ഗ്രഹനിലയും കൂടി ദോഷമുള്ളത് ചേരുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുന്നത് ആയുസിന് ദോഷം, ഭർത്താവിനെ കൊല്ലും എന്ന് പറയുന്നത് തെറ്റാണ്. ദാമ്പത്യത്തിനെ ഹനിക്കും എന്ന് പറയുന്നതും തെറ്റാണ്. അവിടെ പാർട്ട്ണറുടെ ജാതകത്തിൽ നല്ലതല്ലാതെ ഉണ്ടെങ്കിൽ മാത്രമേ, പാർട്ട്ണറുടെ ജാതകത്തിൽ ആയുസിന് ബലമില്ലെങ്കിൽ മാത്രമേ പാർട്ട്ണർ മരിക്കത്തുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഏത് മനുഷ്യനായാലും മരിക്കാനുള്ള യോഗമുണ്ട്. സ്ത്രീയായാലും പുരുഷനായാലും മരിക്കാനുള്ള ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളും അതേപോലെ ഈശ്വരൻ കൽപ്പിക്കുന്ന സമയത്ത് മരണത്തിന്റെ യോഗവും അനുഭവത്തിൽ വരാനുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഈ ചൊവ്വാദോഷത്തിന്റെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രീയത. ഇപ്പൊ യഥാർത്ഥത്തിൽ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൊവ്വാദോഷം ആകണമെങ്കിൽ പാർട്ട്ണറുടെ ജാതകം ദോഷമായാലേ ആ കുജൻ ദോഷമാകത്തുള്ളൂ എന്ന് കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി പറയുന്നത്.